ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാക്കും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. അല്ല, കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ.